Good morning. നമ്മൾ റെയിൽവേ എഞ്ചിനീയറിംഗിൽ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ലീപ്പർ ഒക്കെ ആയിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? ടൈപ്സ് ഓഫ് സ്ലീപ്പർ ആയിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളിന്ന് പെർമനന്റ് വേയിലെ അടുത്ത കമ്പോണന്റ് ആയിട്ടുള്ള ബല്ലാസ്റ്റ് ആണ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായിരുന്നു ബല്ലാസ്റ്റ്? നമ്മൾ പെർമനന്റ് വേ എടുക്കുന്ന സമയത്ത് ഓരോ കമ്പോണന്റും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബല്ലാസ്റ്റ് പെർമനന്റ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ റെയിൽ സെക്ഷൻ വെച്ചിരുന്നു. റെയിലിന്റെ താഴെ സ്ലീപ്പേഴ്സിന്റെ താഴെ നമ്മൾ പാക്ക് ചെയ്യുന്ന ബ്രോക്കൺ സ്റ്റോൺ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ സ്ലീപ്പറിന്റെ താഴെയും അതിന് ചുറ്റുമൊക്കെ ആയിട്ട് പാക്ക് ചെയ്യുന്ന ആ ബ്രോക്കൺ സ്റ്റോണിനെ അല്ലെങ്കിൽ ഏതെങ്കിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആ മെറ്റീരിയലിനെയാണ് നമ്മൾ ബല്ലാസ്റ്റ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞത്. ഇപ്പൊ ഫിഗറിൽ കാണുന്ന ഈ ബ്രോക്കൺ സ്റ്റോണുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബല്ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബല്ലാസ്റ്റിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയായിരിക്കും ബല്ലാസ്റ്റിന്റെ ഫങ്ഷൻസ്? ഇറ്റ് പ്രൊവൈഡ് ലെവൽ ആൻഡ് ഹാർഡ് ബെഡ് ഫോർ സ്ലീപ്പേഴ്സ്. വായിച്ചാൽ മനസ്സിലാകുന്ന കുറെ ഫങ്ഷൻസ് ആണ്. എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് പറയാം കേട്ടോ. ഇത് വായിച്ചാൽ മനസ്സിലാവുന്നതായതുകൊണ്ട് ഞാൻ വായിച്ചു പോവാണ്. It provide level and hard bed for sleepers, hold sleepers in position, transfer and distribute load to wide area, provide elasticity and resilience to track, provide longitudinal and lateral stability, provide effective drainage, maintain level and alignment of track and prevent vegetational growth. അപ്പോൾ ഇത്രയാണ് ബല്ലാസ്റ്റിന്റെ ഫങ്ഷൻസ്. ചോദിക്കാറുണ്ട് 6 മാർക്കിന്റെ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കാറുള്ള ചോദ്യമാണ് ഫങ്ഷൻസ് ഓഫ് ബല്ലാസ്റ്റ്. എന്തൊക്കെയായിരുന്നു ഫങ്ഷൻസ് ഓഫ് ബല്ലാസ്റ്റ്? അതായത് സ്ലീപ്പേഴ്സിന് ലെവൽ ആയിട്ടുള്ളതും ഹാർഡ് ആയിട്ടുള്ളതും ഒരു സർഫേസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ സ്ലീപ്പേഴ്സിനെ നല്ല പൊസിഷനിൽ ഹോൾഡ് ചെയ്ത് നിർത്തുക. സ്ലീപ്പേഴ്സിൽ നിന്ന് വരുന്ന ലോഡിനെ താഴോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതുപോലെ ഒരു ഇലാസ്റ്റിസിറ്റിയും റെസിലിയൻസും ട്രാക്കിന് പ്രൊവൈഡ് ചെയ്യുക. ലോഞ്ചിറ്റ്യൂഡിനലും ലാറ്ററലുമായിട്ടുള്ള സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുക. നല്ലൊരു ഡ്രെയിനേജ്, എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ ലെവലും അലൈൻമെന്റും മെയിൻറ്റെയിൻ ചെയ്യുക. വെജിറ്റേഷൻ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യുക. ചെടികളൊന്നും വളരാതെ നോക്കുക. ഇത്രയാണ് നല്ലൊരു ബല്ലാസ്റ്റിന്റെ ഫങ്ഷൻസ് പറയുന്നത്. ഇനി ഒരു ബല്ലാസ്റ്റിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഇറ്റ് ഷുഡ് ബി ടഫ് ആൻഡ് ഷുഡ് നോട്ട് ക്രംബിൾ അണ്ടർ ഹെവി ലോഡ്. ലോഡ് വരുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാനൊന്നും പാടില്ല. അതായത് നല്ല സ്ട്രോങ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ക്യൂബിക്കൽ ഷേപ്പ് ആൻഡ് ആംഗുലർ ഷേപ്പ് വിത്ത് ഷാർപ്പ് എഡ്ജ്. അപ്പോൾ പല ഷേപ്പിലുള്ളതും ഉണ്ടായിരിക്കും. ക്യൂബിക്കൽ ഷേപ്പ് ആൻഡ് ആംഗുലർ ഷേപ്പ് വിത്ത് ഷാർപ്പ് എഡ്ജ്. അതായത് നല്ല രീതിയിൽ പാക്ഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. It should be able to non-porous and non-water absorbent particles of ballast are usually more durable due to better resistance. അതുപോലെ ഡ്രെയിനേജ് കപ്പാസിറ്റി നല്ല ഉള്ളതായിരിക്കണം. It should not make the track dusty or muddy. പൊടി പിടിക്കുന്നതും അതുപോലെ ചെളി പിടിക്കുന്നതും ആക്കരുത്. It should offer resistance to abrasion and weathering. അതുപോലെ അബ്രാഷനും വെതറിങ്ങും ഉണ്ടാക്കരുത്. Should not produce any chemical reaction with rails and sleepers. റെയിൽസും സ്ലീപ്പേഴ്സായിട്ട് കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും ഉണ്ടാക്കാനായിട്ട് പാടില്ല. നല്ല ഡ്രെയിനേജ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യണം. ചീപ്പായിരിക്കണം, എക്കണോമിക്കൽ ആയിരിക്കണം. നിയറസ്റ്റ് ക്വാറീസിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കണം ബല്ലാസ്റ്റ്. അതുപോലെ ബല്ലാസ്റ്റ് ഷുഡ് ബി സച്ച് വിച്ച് ഫുൾഫിൽ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്ട്രെങ്ത്, ക്ലീൻ, എബിലിറ്റി, ഡ്യൂറബിലിറ്റി, എക്കണോമി ആൻഡ് സ്റ്റെബിലിറ്റി. അപ്പൊ ഇത്രയുമാണ് ഒരു ബല്ലാസ്റ്റിന്റെ റിക്വയർമെന്റ്സ്. നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഇതും ചോദിക്കാറുള്ള ചോദ്യമാണ്. അപ്പോൾ എന്താണ് ബല്ലാസ്റ്റ് എന്നും ബല്ലാസ്റ്റിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നും അതുപോലെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നും വായിച്ചു നോക്കുക. ദെൻ ഏതൊക്കെ ടൈപ്പ് ബല്ലാസ്റ്റ് ആണ് ഉള്ളത്, അതായത് മെറ്റീരിയലിനനുസരിച്ചിട്ടുള്ള ബല്ലാസ്റ്റ്, നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനനുസരിച്ച്. അപ്പൊ നമുക്ക് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ബ്രോക്കൺ സ്റ്റോൺസ് ഉണ്ട്, ഗ്രാവൽസ് ഉണ്ട്, സിൻഡേഴ്സ് ഓർ ആഷസ്, സാൻഡ്, ബ്രിക്ക് ബല്ലാസ്റ്റ്, കൺഗർ, ബ്ലാസ്റ്റ് ഫർണസ്, സ്ലാഗ്, മൂറം. ഇനി ഇത് ഓരോന്നും എന്താണ് അതിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. ബ്രോക്കൺ സ്റ്റോൺസ് ഇത് നമ്മൾ സാധാരണ കാണാറുള്ളതാണ്. മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ഇന്ത്യൻ റെയിൽവേ. നമ്മൾ സാധാരണയായി കാണാറുള്ള ബല്ലാസ്റ്റ് ആണ് ബ്രോക്കൺ സ്റ്റോൺസ്. ഇത് ഗ്രാനൈറ്റ്, ക്വാർട്സൈറ്റ്, ഹാർഡ് ട്രാപ്പ് ഇതെല്ലാം എന്ത് തന്നെയാണ് സാധാരണ യൂസ് ചെയ്യാറുള്ള മെറ്റീരിയൽസ് ആണ്. ഇത് എക്കണോമിക്കലാണ്. ഇത് സാധാരണ യൂസ് ചെയ്യുന്നത് ഹൈ സ്പീഡ് ട്രാക്കുകളിലാണ്. അപ്പൊ ഇതാണ് നമ്മളോട് സ്ട്രോങ് ആയിട്ടുള്ളത്. ഹൈ സ്പീഡ് ട്രാക്കുകളിലാണ് നമ്മൾ ബ്രോക്കൺ സ്റ്റോൺസ് യൂസ് ചെയ്യുന്നത്. വൈഡ്ലി യൂസ്ഡ് ഇൻ ഇന്ത്യൻ റെയിൽവേസ് ബ്രോക്കൺ സ്റ്റോൺസ്.
ദെൻ ഗ്രാവൽ. ഗ്രാവൽ എന്ന് പറയുന്നത് സാധാരണ എല്ലാ തരം ട്രാക്കുകളിലും യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു മെറ്റീരിയൽ ആണ് ഗ്രാവൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ചീപ്പർ ദാൻ ബ്രോക്കൺ സ്റ്റോൺസ്. ബ്രോക്കൺ സ്റ്റോണുകളേക്കാൾ ഒന്നുകൂടെ ചീപ്പർ ആണ് ഗ്രാവൽ എന്ന് പറയുന്ന മെറ്റീരിയൽ. ആൻഡ് ഇറ്റ് ഡ്രെയിൻസ് വെൽ. നല്ല രീതിയിൽ ഡ്രെയിനേജ് കപ്പാസിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഗ്രാവൽ. ദെൻ സിൻഡേഴ്സ് ഓർ ആഷസ്. ഇത് സ്റ്റേഷൻ യാർഡ്സുകളിലാണ്. നമുക്ക് എന്താണ് സ്റ്റേഷൻ യാർഡ്സ് എന്ന് നോക്കാം. സ്റ്റേഷൻ യാർഡ്സുകളിലാണ് സാധാരണയായി സിൻഡേഴ്സ്, ആഷസ് യൂസ് ചെയ്യാറുള്ളത്. ഇത് നല്ല രീതിയിൽ പൗഡർ ആയി പോവും. അതുപോലെ നല്ല ഡ്രെയിനേജ് കപ്പാസിറ്റി ഉണ്ട്. ലോക്കോ ഷെഡുകളിലൊക്കെ ഒരുപാട് ക്വാണ്ടിറ്റീസിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എമർജൻസി കേസുകളിലെല്ലാം നമ്മൾ സിൻഡേഴ്സ് ഓർ ആഷസ് യൂസ് ചെയ്യാറുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് റെയിൽസിനെ സ്റ്റീലിനെയൊക്കെ കൊറോഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റീൽ സ്ലീപ്പറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആഷസ്, സിൻഡേഴ്സ് ഒന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അത് കൊറോഷൻ ഉണ്ടാക്കുന്നത് കാരണം സ്റ്റീൽ യൂസ് ചെയ്യുന്നിടത്തൊന്നും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ദെൻ നെക്സ്റ്റ് വൺ ആണ് സാൻഡ്. സാൻഡ് എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ചീപ്പാണ്. മാത്രമല്ല നല്ല ഡ്രെയിനേജ് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ നല്ലൊരു സാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഫൈൻ ഗ്രാവലും സാൻഡും ഉണ്ടായിരിക്കും. നാരോ ഗേജ് ട്രാക്കുകളിലാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത്. മാത്രമല്ല നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കാസ്റ്റ് അയൺ സ്ലീപ്പർ ആയിട്ട് യൂസ് ചെയ്യുന്നിടത്തൊക്കെ നമ്മൾ സാൻഡ് ബല്ലാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട് തൊട്ട് മുൻപ്. അത് മാത്രമല്ല സാൻഡാണ് ബല്ലാസ്റ്റഡ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ സൗണ്ട് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല. സോ നമുക്ക് പറയാൻ പറ്റും പ്രൊഡ്യൂസസ് സൈലന്റ് ട്രാക്ക്. ഓക്കെ, പിന്നെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഈസിലി ബ്ലോൺ ഓഫ് ബൈ വിൻഡ് ആൻഡ് വാഷ്ഡ് ഓഫ് ബൈ റെയിൻ. കാറ്റുകാലത്ത് പറന്നു പോവുകയും ചെയ്യും, മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ ഒഴുകി പോവുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെന്താന്ന് വെച്ചാൽ വിയർ ഉണ്ടാക്കും, ഹെവി വിയർ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നല്ല ചീപ്പാണ്, നല്ല ഡ്രെയിനേജ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞാലും സാധാരണ കാസ്റ്റ് അയൺ സ്ലീപ്പർ യൂസ് ചെയ്യുന്നിടത്ത് മാത്രമേ സാൻഡ് നമ്മൾ ബല്ലാസ്റ്റായിട്ട് ഉപയോഗിക്കാറുള്ളൂ. ഏറ്റവും നല്ല മെറ്റീരിയൽ എന്ന് പറയുന്നത് ബ്രോക്കൺ സ്റ്റോൺസ് ആണ്. പക്ഷെ ഇതെല്ലാം ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് മെറ്റീരിയൽ ആണ് ബ്രിക്ക് ബല്ലാസ്റ്റ്. ബ്രിക്ക് ബല്ലാസ്റ്റ് എന്ന് പറയും. ബ്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്ക് അതും നല്ല ഡ്രെയിനേജ് കപ്പാസിറ്റി ഉള്ളതാണ്. പക്ഷെ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഇത് കൊറുഗേഷൻസ് ഉണ്ടാക്കും, റെയിൽസിൽ കൊറുഗേഷൻസ് ഉണ്ടാക്കും. ഇതിന്റെ മെയിൻ്റനൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബ്രിക്ക് ബല്ലാസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ട്രാക്കിന്റെ മെയിൻ്റനൻസ് വളരെ ബുദ്ധിമുട്ടാണ്. ഇത് യൂസ് ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രിക്ക് ബല്ലാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ കൺകർ ആണെന്നുണ്ടെങ്കിൽ അത് സോഫ്റ്റ് ആണ്, പെട്ടെന്ന് പൊടിഞ്ഞു പോകും. പിന്നെ ലൈറ്റ് ട്രാഫിക് ഉള്ളിടത്തൊക്കെ നമ്മൾ കൺകർ യൂസ് ചെയ്യാറുണ്ട്. അതായത് മീറ്റർ ഗേജ്, നാരോ ഗേജിലൊക്കെ ലൈറ്റ് ട്രാഫിക് വരുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ കൺകർ ബല്ലാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ്. ഇത് യാർഡ്, സൈഡിങ് അവിടെയെല്ലാം യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ന്യൂ കൺസ്ട്രക്ഷൻ സമയങ്ങളിൽ പെട്ടെന്ന് പുതിയതായിട്ട് കൺസ്ട്രക്ഷൻ നടക്കുന്നിടത്തെല്ലാം ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് ആണ് ബല്ലാസ്റ്റായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഇത് ചീപ്പാണ്, ഈസിലി അവൈലബിൾ ആണ്. പക്ഷേ കൊറോസീവ് ആണ്. സ്റ്റീൽ സ്ലീപ്പേഴ്സ്, ഫിറ്റിങ്സിനെല്ലാം ഹാംഫുൾ ആണ്, കാരണം കൊറോഷൻ ഉണ്ടാക്കും. അത് കാരണം അത്തരം സ്റ്റീൽ സ്ലീപ്പേഴ്സും ഫിറ്റിങ്സും ഒക്കെ ഉള്ള സ്ഥലങ്ങളിലൊന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ദെൻ നെക്സ്റ്റ് വണ്ണാണ് മൂറം. മൂറം എന്ന് പറയുന്നത് ഇതും ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ പുതുതായിട്ട് പണിയുന്ന ട്രാക്കുകളിലാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. ഇതൊരു സോഫ്റ്റ് അഗ്രിഗേറ്റ് ആണ്. ലാറ്ററൈറ്റ് അതുപോലെ തന്നെ അതിൻ്റെ ഡീകമ്പോസിഷൻ സംഭവിച്ചു കിട്ടുന്ന മെറ്റീരിയലാണ് മൂറം എന്ന് പറയുന്നത്. റെഡ് കളറാണ്, സംടൈംസ് അതിനൊരു യെല്ലോ കളർ ഉണ്ടായിരിക്കും. ഓൾസോ യൂസ്ഡ് ആസ് ബ്ലാങ്കറ്റിംഗ് മെറ്റീരിയൽ ആൻഡ് ബ്ലാക്ക് കോട്ടൺ സോയിൽ. ബ്ലാക്ക് കോട്ടൺ സോയിലിൻ്റെ ബ്ലാങ്കറ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് മൂറം യൂസ് ചെയ്യാറുണ്ട്. ചീപ്പാണ്, ഈസിലി അവൈലബിൾ ആണ്. ഇതും എങ്ങനെ തന്നെയാണ്, കൊറോസീവ് ആണ്. സ്റ്റീൽ സ്ലീപ്പേഴ്സും ഫിറ്റിങ്സിനും എല്ലാം ഹാംഫുൾ ആണ്. അതുകൊണ്ട് ഇതും സാധാരണയായിട്ട് ഒരുപാട് യൂസ് ചെയ്യാറൊന്നുമില്ല. അപ്പം ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള ടൈപ്സ് ഓഫ് ബല്ലാസ്റ്റുകൾ. ഏതൊക്കെയാണ്? ബ്രോക്കൺ സ്റ്റോൺസ്, ഗ്രാവൽ, സിൻഡേഴ്സ് ഓർ ആഷസ്, സാൻഡ്,
ബ്രിക്ക് ബല്ലാസ്റ്റ്, കണ്ടർ, ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് ആൻഡ് മൂറം. അതിൽ ബ്രോക്കൺ സ്റ്റോൺ ആണ് ഹൈ സ്പീഡ് ട്രാക്കിന് യൂസ് ചെയ്യുന്നതും അതിൽ ഇന്ത്യൻ റെയിൽവേസിൽ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നതുമായിട്ടുള്ളത്. ഗ്രാവൽ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ തരം ട്രാക്കുകൾക്കും സ്യൂട്ടബിൾ ആണ്. സിൻഡേഴ്സ് ഓർ ആഷസ് എന്ന് പറയുന്നത് എമർജൻസി കേസുകളിൽ നമ്മൾ യൂസ് ചെയ്യും, പക്ഷേ അത് സ്റ്റീലിനെല്ലാം കൊറോഡ് ചെയ്യും. സ്റ്റേഷൻ യാർഡ്സുകൾ യൂസ് ചെയ്യാറുണ്ട്. സാൻഡ് ആണെന്നുണ്ടെങ്കിൽ അത് സൈലന്റ് ട്രാക്ക് ഉണ്ടാക്കും, അതുപോലെ തന്നെ ഹെവി വിയർ ഉണ്ടാക്കും. കാസ്റ്റ് ആൻഡ് സ്ലീപ്പർ യൂസ് ചെയ്യുന്നിടത്ത് ബല്ലാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. അതുപോലെ വിൻഡി ടൈമിൽ ബ്ലോൺ ഓഫും റെയിനി ടൈമിൽ വാഷ് ഓഫും ചെയ്യും പെട്ടെന്ന്. ബ്രിക്ക് ബല്ലാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് വേറെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ട്രാക്ക് മെയിൻ്റെനൻസ് വളരെ ബുദ്ധിമുട്ടാണ്. കൊറുഗേഷൻസ് ഇൻ റെയിൽസ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. കൺകർ ആണെങ്കിൽ ലൈറ്റ് ട്രാഫിക് ഉള്ള സമയത്ത് മാത്രമേ കൺകർ യൂസ് ചെയ്യാറുള്ളൂ. ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റീൽ സ്ലീപ്പേഴ്സിനും ഫിറ്റിംഗ്സിനും എല്ലാം കൊറോസീവ് ആക്കും. മൂറം ആണെന്നുണ്ടെങ്കിലും ന്യൂലി ലൈറ്റ് ട്രാക്കിനാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത്. അത്രയാണ് ബല്ലാസ്റ്റിൽ നമുക്ക് നോക്കാനുള്ളത്. ഈ രണ്ട് ടേം അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. പാക്കിംഗ് ആൻഡ് ബോക്സിംഗ്. എന്താണ് പാക്കിംഗ്, എന്താണ് ബോക്സിംഗ്? പാക്കിംഗ് എന്ന് പറഞ്ഞാൽ രണ്ടും ഡിഫറെൻ്റ് ആണ്. അതായത് നമ്മൾ ബല്ലാസ്റ്റിനെ അറേഞ്ച് ചെയ്യുന്ന രണ്ട് രീതികളാണ് പാക്കിങ്ങും ബോക്സിങ്ങും. രണ്ട് രീതിയിൽ നമ്മൾ ബല്ലാസ്റ്റിനെ സ്ലീപ്പറിന്റെ താഴെ അറേഞ്ച് ചെയ്യും. ആ രണ്ട് രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചുള്ള പേരുകളാണ് പാക്കിങ്ങും ബോക്സിങ്ങും. അപ്പൊ എന്താണെന്ന് നോക്കാം. പാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, ദ പോർഷൻ ഓഫ് ബല്ലാസ്റ്റ് വിച്ച് ഈസ് ടൈറ്റ്ലി റാംഡ്, listen, tightly rammed under the sleeper to transfer the load of train from sleeper. അതായത് നമ്മൾ സ്ലീപ്പറിന്റെ താഴെ ഇമാജിൻ ചെയ്യുക, സ്ലീപ്പറിന്റെ താഴെ നമ്മൾ ടൈറ്റ് ആയിട്ട്, അതായത് നല്ല രീതിയിൽ കോമ്പാക്ട് ചെയ്ത് ബല്ലാസ്റ്റ് പാക്ക് ചെയ്യുന്നതിനെയാണ് പാക്കിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ സ്ലീപ്പറിന്റെ താഴെ പാക്ക് ചെയ്യുന്ന ബല്ലാസ്റ്റ് ആണ് ലോഡ് എടുക്കുന്നത്. ഓക്കെ, അതായത് മുകളിൽ നിന്ന് വരുന്ന ലോഡ് എടുക്കുന്നത്. ഈ രണ്ടാമത്തെ ബോക്സിംഗ് പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പൊ എന്താണ് ബോക്സിംഗ് എന്ന് നോക്കാം. നോക്കൂ, ദ പോർഷൻ ഓഫ് ബല്ലാസ്റ്റ് വിച്ച് ഈസ് ലൂസ്ലി ഫിൽഡ് ഓൺ ദി സ്ലോപ്സ് ആൻഡ് അറൌണ്ട് ദി സ്ലീപ്പർ ടു പ്രിവെന്റ് ദ ലാറ്ററൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെന്റ് ഓഫ് സ്ലീപ്പർ. ഓക്കെ, അവിടെ ലോഡ് എടുക്കുന്നതിന് വേണ്ടിയിട്ടല്ല നമ്മൾ ബല്ലാസ്റ്റ് ഫിൽ ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കൂ, നമ്മൾ സ്ലീപ്പറിന്റെ സൈഡിലും, അതായത് സ്ലീപ്പറിന്റെ ചുറ്റിലും ആ സ്ലോപ്പുകളിലും ബല്ലാസ്റ്റ് ഫില്ല് ചെയ്യും. അത് ലൂസായിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അതെന്തിനാ ഫില്ല് ചെയ്യുന്നത്? ആ സ്ലീപ്പറിന്റെ ലോഞ്ചിറ്റ്യൂഡിനലും ലാറ്ററലിലും ഉള്ള മൂവ്മെന്റ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. അതിനെയാണ് ബോക്സിംഗ് എന്ന് പറയുന്നത്. പക്ഷേ സ്ലീപ്പറിന്റെ താഴെ ടൈറ്റ്ലി പാക്ക് ചെയ്യുന്നതിനെയാണ് പാക്കിംഗ് എന്ന് പറയുന്നത്. സ്ലീപ്പറിന്റെ ചുറ്റിലും അതുപോലെ ആ സ്ലോപ്പിലും. സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഇതാണ് നമ്മുടെ റെയിൽ അല്ലേ. ഇത് റെയിൽസ്, അതിന് താഴെ എന്തുണ്ട്? നമ്മുടെ സ്ലീപ്പർ ഉണ്ട്. ഈ സ്ലീപ്പറിന്റെ താഴെയാണ് നമ്മുടെ എന്തിരിക്കുന്നത്? ബല്ലാസ്റ്റ് ഇരിക്കുന്നത് അല്ലേ. ഈ ബല്ലാസ്റ്റിൽ നിറച്ച് എന്താണ്? ബ്രോക്കൺ സ്റ്റോൺസ് ആണ്. അപ്പൊ ഈ സ്ലീപ്പറിന്റെ താഴെയാണ് നമ്മൾ ടൈറ്റ് ആയിട്ട് എന്തിനെ പാക്ക് ചെയ്യുക? ഫോഴ്സ് അഗ്രിഗേറ്റിനെ, ബ്രോക്കൺ സ്റ്റോൺസിനെ പാക്ക് ചെയ്യുക. അതിനെ നമ്മൾ പാക്കിംഗ് എന്ന് പറയും. ഇനി സ്ലീപ്പേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റെയിൽസിന്റെ ഈ ടോപ്പ് വ്യൂ നോക്കുക. ഇത് നമ്മുടെ സ്ലീപ്പേഴ്സ് ആണ് അല്ലേ. ഇങ്ങനെ സ്ലീപ്പേഴ്സ് പോകുന്നു. അപ്പൊ റെയിൽസ് പോവത് ഇങ്ങനെയാണ് അല്ലെ. ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെയാണ് റെയിൽസ് പോവാ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ എന്തിനെ പാക്ക് ചെയ്യും? ഫോഴ്സ് അഗ്രിഗേറ്റിനെ, ബ്രോക്കൺ സ്റ്റോൺസിനെ പാക്ക് ചെയ്യില്ലേ. അപ്പൊ ഇവിടെ ഈ സ്ലോപ്പുകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഈ സ്ലീപ്പേഴ്സിന്റെ ചുറ്റിലും അതുപോലെ ആ സ്ലോപ്പുകളിലും ഈ സ്ലോപ്പിലും നമ്മൾ ലൂസായിട്ട് ബ്രോക്കൺ സ്റ്റോൺസിനെ പാക്ക് ചെയ്യും. അതിനെയാണ് ബോക്സിംഗ് എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രിവെന്റ് ദ ലാറ്ററൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെന്റ് ഓഫ് സ്ലീപ്പർ.
ആ സ്ലീപ്പറിനെ ടൈറ്റായിട്ട് പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൂസായിട്ട് നമ്മുടെ കോസഗ്രീഡിനെ പാക്ക് ചെയ്യുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡെപ്ത് ഓഫ് ബല്ലാസ്റ്റ് ആണ്. ഡെപ്ത് ഓഫ് ബല്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ റെയിൽ സെക്ഷൻ ഇതാണ്. വരയ്ക്കുന്നത് നോക്കണ്ട കേട്ടോ. ഓക്കെ, ഇത് നമ്മുടെ റെയിൽസ്, ദെൻ ഇത് നമ്മുടെ സ്ലീപ്പർ, ടിമ്പർ സ്ലീപ്പർ ആണെന്ന് വിചാരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരച്ച്. ദെൻ അതിൻ്റെ താഴെ എന്തുണ്ട്? നമ്മുടെ ബല്ലാസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ബല്ലാസ്റ്റിൻ്റെ ഡെപ്ത് ഓഫ് ബല്ലാസ്റ്റ് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ബോട്ടം ഓഫ് സ്ലീപ്പർ ആൻഡ് ടോപ്പ് ഓഫ് സബ്ഗ്രേഡ്. സബ്ഗ്രേഡ് ഇതാണല്ലോ, ഇതാണ് സബ്ഗ്രേഡ്. അപ്പം ഈ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ഈ ഒരു ഡെപ്ത്, ഇതിനെയാണ് നമ്മൾ ഈ ഡി ഫിഗർ വരച്ച് വെച്ചോളൂ കേട്ടോ. ഈ ഒരു ഡെപ്ത്, ഇതിനെയാണ് നമ്മൾ ഡെപ്ത് ഓഫ് ബല്ലാസ്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെ നിന്ന് മെഷർ ചെയ്യില്ല, ഇത് മൊത്തം എടുക്കില്ല. സ്ലീപ്പറിന്റെ താഴെ മുതൽ സബ്ഗ്രേഡിന്റെ ടോപ്പ് വരെയുള്ള ഡെപ്തിനെയാണ് ഡെപ്ത് ഓഫ് ബല്ലാസ്റ്റ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, D = S-B/2. S എന്ന് പറയുന്നത് സ്ലീപ്പർ സ്പേസിങ്, അതായത് സ്ലീപ്പേഴ്സ് ഇങ്ങനെയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ഈ സ്ലീപ്പർ സ്പേസിങ്, ഇതെങ്ങനെ സ്ലീപ്പർ വെച്ചു. അപ്പൊ ഇതാണ് റെയിൽ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെ നമ്മൾ റെയിൽ വെച്ചെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതാണ് സ്ലീപ്പർ സ്പേസിങ്, ഈ ഡിസ്റ്റൻസ്, ഇതാണ് സ്ലീപ്പർ സ്പേസിങ്, ഇതാണ് എസ്. എന്ന് പറയുന്നത് സാധാരണ 30 to 35 സെന്റിമീറ്റർ ആണ്. ഇനി ബി എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് സ്ലീപ്പർ. ഓക്കെ, അപ്പൊ ഡെപ്ത് ഓഫ് ബല്ലാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ടോപ്പ് ഓഫ് സബ്ഗ്രേഡിൽ മുതൽ ബോട്ടം ഓഫ് സ്ലീപ്പർ വരെയുള്ള ഡെപ്ത് ആണ് എന്ത്? ഡെപ്ത് ഓഫ് ബല്ലാസ്റ്റ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് S-B/2. S എന്ന് പറയുന്നത് സ്ലീപ്പർ സ്പേസിങ്, ബി എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് സ്ലീപ്പർ. മിനിമം സ്ലീപ്പർ സ്പേസിംഗ് എന്ന് പറയുന്നത് 30 to 35 സെന്റിമീറ്റർ. ഇനി ഈ ഫിഗർ വരച്ച് വെച്ചോളൂ കേട്ടോ, മാർക്ക് ചെയ്ത് വെക്കാം. ദെൻ ഡയമെൻഷൻസ് ഓഫ് ബല്ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ടേബിൾ അറിഞ്ഞിരിക്കുക. ബ്രോഡ് ഗേജ് ആണെന്നുണ്ടെങ്കിൽ ലെങ്ത്, ഇതിൻ്റെ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 335 സെന്റിമീറ്റർ, ഡെപ്ത് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ. മീറ്റർ ഗേജ് ആണെങ്കിൽ 230, 15. നാരോ ഗേജ് ആണെങ്കിൽ 185, 15. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ലീപ്പർ എങ്കിൽ ആ ഡെപ്ത് മനസ്സിലായല്ലോ, ഈ ഒരു ഡെപ്ത് കേട്ടോ. വരച്ചിട്ടില്ലെങ്കിൽ വരച്ചെടുക്കാം കേട്ടോ. ഈ മൗസ് വെച്ച് വരയ്ക്കുന്ന നല്ല ബുദ്ധിമുട്ട്. ഇതാണ് നമ്മുടെ സ്ലീപ്പർ കേട്ടോ. ഇവിടെ അങ്ങോട്ട് സബ്ഗ്രേഡ്. ഓക്കെ, പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്ലൈഡും പഠിക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റെയിൽ ഫാസ്റ്റനിങ്സ് ആണ്. റെയിൽ ഫാസ്റ്റനിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെയിൽസും സ്ലീപ്പേഴ്സിനും ഒക്കെ കറക്റ്റ് പൊസിഷനിൽ വെക്കണമെങ്കിൽ നമ്മളതിനെ ടൈറ്റ് ചെയ്യണം. അതായത് എന്തെങ്കിലും വെച്ച് നമ്മളതിനെ എന്തെങ്കിലും വെച്ച് അതിനെ കണക്ട് ചെയ്ത് വെച്ച് കറക്റ്റ് പൊസിഷനിൽ വെക്കണം. അതിന് യൂസ് ചെയ്യുന്ന ഫിറ്റിങ്സിനെയാണ് റെയിൽ ഫാസ്റ്റനിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഫിഷ് പ്ലേറ്റ്, ഫിഷ് ബോൾട്ട്, ചെയർ, കീ, ബിയറിംഗ് പ്ലേറ്റ്, ആൻറ്റി ക്രീപ്പേഴ്സ്, സ്പൈസ്. ഇതിൽ പല സാധനങ്ങളും നമ്മൾ മുൻപ് പല കാര്യങ്ങൾക്കിടയിൽ പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഓരോന്നും എന്താണ് നമുക്ക് ഓരോന്ന് എടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ എന്താണ് ഫിഷ് പ്ലേറ്റ് എന്ന് നോക്കാം. ഈ കാണുന്നതിൽ ഈ ഒരു സാധനമില്ലേ, ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ ഫിഷ് പ്ലേറ്റ് എന്ന് പറയുന്നത്.
കണ്ടോ? ഇതൊരു റെയിലാണ്, ഇത് വേറൊരു റെയിലാണ്. അപ്പൊ രണ്ട് റെയിലുകൾ തമ്മിലുള്ള ജോയിന്റ് ആണിത്. അപ്പൊ ഈ രണ്ട് റെയിലുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ആ രണ്ട് റെയിലുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെയിൽ ഫിഷ് പ്ലേറ്റുകൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു ജോയിന്റ് ആണ് അല്ലേ, ഒരൊറ്റ സിംഗിൾ ജോയിന്റ് ആണ്. ഈ ഒരൊറ്റ സിംഗിൾ ജോയിന്റിൽ എത്ര ഫിഷ് പ്ലേറ്റ് വേണ്ടി വരും? ഇവിടെ ഒരു ഫിഷ് പ്ലേറ്റ് വേണ്ടി വരും, അതുപോലെ അപ്പുറത്തെ സൈഡിലും ഒരു ഫിഷ് പ്ലേറ്റ് വേണ്ടി വരും. അപ്പൊ ഒരു സിംഗിൾ ജോയിന്റിന് വേണ്ടിയിട്ട് രണ്ട് ഫിഷ് പ്ലേറ്റ് വേണ്ടി വരും. സംഭവം മനസ്സിലായോ? ഇത് ഒരു റെയില്, ഇത് വേറൊരു റെയില്. അപ്പൊ ഇതിനെ രണ്ടിനെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഒരു ഫിഷ് പ്ലേറ്റ് യൂസ് ചെയ്യുന്നത്. ഒരെണ്ണല്ല, ഇതുപോലെ ഇതിന്റെ അപ്പുറത്തെ സൈഡിലും വേറൊരു പ്ലേറ്റ് കൂടി ഉണ്ടാവും. അങ്ങനെ ആ രണ്ട് പ്ലേറ്റുകൾ കൂടെ കണക്ട് ചെയ്തിട്ടാണ് പിന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ബോൾട്ട് വെക്കും. ആ ബോൾട്ടിനെ പറയുന്ന പേരാണ് ഫിഷ് ബോൾട്ട്. ഓക്കെ, ഈ സാധനം കണ്ടില്ലേ, ഇതിനെ പറയുന്ന പേരാണ് ഫിഷ് ബോൾട്ട്. ഇത് ചിലപ്പോൾ 4 എണ്ണം ആകാം, ചിലപ്പോൾ 6 എണ്ണം ആകാം. സാധാരണ ഇന്ത്യയിലൊക്കെ 4 എണ്ണമാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, എന്താണ് ഫിഷ് പ്ലേറ്റ് എന്ന് മനസ്സിലായില്ലേ? റെയിൽസിനെ അതിന്റെ എൻഡില് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫിഷ് പ്ലേറ്റ്. ഒരു സിംഗിൾ ജോയിന്റ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഫിഷ് പ്ലേറ്റ് വേണ്ടി വരും എന്നറിഞ്ഞിരിക്കുക. ദെൻ ഫിഷ് ബോൾട്ട് ആണെങ്കിലോ ഒരു റെയിലിനെ ഫിഷ് പ്ലേറ്റിനെ നമ്മൾ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫിഷ് ബോൾട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ? റെയിലിനെ ഫിഷ് പ്ലേറ്റിനും തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫിഷ് ബോൾട്ട് യൂസ് ചെയ്യുന്നത്. ഫിഷ് ബോൾട്ട് കാർബൺ സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പൊ ഒരു സിംഗിൾ ജോയിന്റില് രണ്ട് ഫിഷ് പ്ലേറ്റ് ഉണ്ടാവും. ക്ലിയർ ആണോ? ഇതുപോലെ അപ്പുറത്തും രണ്ട് ഫിഷ് പ്ലേറ്റ് ഉണ്ടാവും. അപ്പൊ അതിന് തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1, 2, 3, 4 ഫിഷ് ബോൾട്ട് ഉണ്ടായിരിക്കും. 4 to 6 ആണ് നമ്മൾ പറയാറുള്ളത്. ഇവിടെ ഒരെണ്ണം കൂടെ, ഇവിടെ ഒരെണ്ണം കൂടെ, അങ്ങനെ 4 to 6. സാധാരണ ഇന്ത്യയിൽ 4 എണ്ണമാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഫിഷ് ബോൾട്ട് എന്ന് മനസ്സിലായില്ലേ? ഫിഷ് ബോൾട്ടും ഫിഷ് പ്ലേറ്റും. ദെൻ അടുത്തതാണ് ചയർ ആൻഡ് കീ അറേഞ്ച്മെന്റ്. നമ്മൾ എവിടെയാ പഠിച്ചിട്ടുള്ളത്? ബുൾ ഹെഡഡ് റെയിൽസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. 3 ടൈപ്പ് റെയിൽസാണ് നമുക്കുള്ളത്: ഡബിൾ ഹെഡഡ്, ബുൾ ഹെഡഡ്, ഫ്ലാറ്റ് ഫൂട്ടഡ്. അതില് ബുൾ ഹെഡഡ് റെയിൽസിന് സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. അപ്പൊ അത് കാരണം അഡീഷണൽ ആയിട്ട് ഒരു ചയർ ആൻഡ് കീ അറേഞ്ച്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ചയർ എന്ന് പറയുന്നത് ഇൻ ബുൾ ഹെഡഡ് റെയിൽസിലാണ് യൂസ് ചെയ്യുന്നത്. എന്തിനാണ്? റെയിൽസിനെ സ്ലീപ്പറുമായിട്ട് ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ചയർ യൂസ് ചെയ്യുന്നത്. എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? കാസ്റ്റ് അയൺ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ചയേഴ്സിന് ഒരു 1:20 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു സ്ലോപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇതിനെ സ്ലീപ്പറായിട്ട് കണക്ട് ചെയ്യുന്നതിന് കണ്ടപ്പോൾ ഒരു ഹോള് കാണുന്നില്ലേ? ഇപ്പൊ ഇതിനെ സ്ലീപ്പറായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ റൗണ്ട് സ്പൈക്കാണ് യൂസ് ചെയ്യാറുള്ളത്. കണ്ടോ, ഇവിടെ കാണുന്നില്ലേ? ഒരു റൗണ്ട് സ്പൈക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. അതും അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ ചെയേഴ്സ് ആണ് ഒരു ഫാസ്റ്റ്. ദെൻ കീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചെയറിനെ റെയിലിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കണ്ടോ, ചെയറിനെ റെയിലിലേക്ക്, ഇതാണ് ഈ ഒരു സാധനമാണ് ചെയർ, ഇതാണ് റെയിൽ. അപ്പൊ ഈ ചെയറിനെ റെയിലിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കീസ് യൂസ് ചെയ്യുന്നത്. കീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഗേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് മുന്നേ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മക്കളെ വല്ലതും? ഓക്കെ, റെയിൽസിനെ ചെയറിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കീസ് യൂസ് ചെയ്യുന്നത്. കീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഗേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വണ്ണാണ്, ഇതും മുൻപ് നമ്മൾ പഠിച്ചു തന്നിട്ടുള്ളതാണ്, ബിയറിംഗ് പ്ലേറ്റ്സ്. എത്ര ബിയറിംഗ് പ്ലേറ്റ്സ് യൂസ് ചെയ്യാം? ഫ്ലാറ്റ് ഫൂട്ടർ റെയിൽസിന്റെ കേസിൽ അല്ലെ, ഫ്ലാറ്റ് ഫൂട്ടർ റെയിൽസ് യൂസ് ചെയ്യുന്നു. ഒപ്പം ടിമ്പർ സ്ലീപ്പർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെയും പിന്നെയും കണ്ടീഷൻ ഉണ്ട്. എന്താണ്? CSI നമ്പർ <82 ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഫ്ലാറ്റ് ഫൂട്ടർ റെയില് ടിമ്പർ പ്ലേറ്റിന്റെ ടിമ്പർ സ്ലീപ്പറിലേക്ക് സിങ്ക് ചെയ്ത് പോകുന്നത് ഇവിടെ കാണുന്നുണ്ട്. ഫ്ലാറ്റ് ഫൂട്ടർ റെയില് ഈ ടിമ്പർ സ്ലീപ്പറിലേക്ക് ഈ ഒരു ഭാഗത്തേക്ക് സിങ്ക് ചെയ്ത് പോകുന്നത് ഒഴിവാക്കാനായിട്ട് ഒരു അഡീഷണൽ ആയിട്ട് നമ്മളൊരു പ്ലേറ്റ് വെക്കും. ആ പ്ലേറ്റിനെയാണ് ബിയറിംഗ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ബിയറിംഗ് പ്ലേറ്റ് എന്ന് പറയുന്നത്
സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക കേട്ടോ. ഇതാണ് വേറൊരു ഫാസ്റ്റനിങ് ബിയറിംഗ് പ്ലേറ്റ്, അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് വണ്ണാണ് ആന്റി ക്രീപ്പേഴ്സ്. ഇത് ഞാൻ ഒരിക്കൽ പറഞ്ഞു തന്നിട്ടുണ്ട് ക്രീപ്പ് പഠിപ്പിച്ചപ്പോൾ. ക്രീപ്പ് എന്തായിരുന്നു? ദ ലോഞ്ചിറ്റ്യൂണൽ മൂവ്മെന്റ് ഓഫ് റെയിൽ ഈസ് നോൺ ആസ് ക്രീപ്പ്. ക്രീപ്പ് പഠിച്ച് ഓർക്കുന്നുണ്ടോ? സ്ലൈഡ് ഞാൻ കാണിച്ചു തരാം. ക്രീപ്പ്, ദ ലോഞ്ചിറ്റ്യൂണൽ മൂവ്മെന്റ് ഓഫ് റെയിൽ ഈസ് നോൺ ആസ് ക്രീപ്പ്. എന്താ ഓർക്കുന്നുണ്ടോ? പെർമിസിബിൾ ക്രീപ്പ് 150 mm ആയിരുന്നു. 1 കിലോമീറ്ററിൽ 150 mm വരെ ലോഞ്ചിറ്റ്യൂണിൽ റെയിലിന് മൂവ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ഓർക്കുന്നുണ്ടോ? അതിനെയാണ് ക്രീപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ക്രീപ്പ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് റെയിലിനെ ടൈറ്റ് ആയിട്ട് പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആന്റി ക്രീപ്പേഴ്സ് യൂസ് ചെയ്യും. അതിനെ പറയുന്ന വേറൊരു പേരാണ് ആങ്കേഴ്സ്. അപ്പൊ ഇതാണ് വേറൊരു ഫാസ്റ്റനിങ്. ഇനി അടുത്ത ലാസ്റ്റ് ഫാസ്റ്റനിങ് ആണ് സ്പൈക്സ്. അതായത് നമ്മൾ ആണി എന്നൊക്കെ പറയില്ലേ, ബോൾട്ട് എന്നൊക്കെ പറയില്ലേ, സ്പൈക്സ്. അപ്പോൾ 5 തരത്തിലുള്ള സ്പൈക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലെ ഫസ്റ്റ് വൺ ആണ് ഡോഗ് സ്പൈക്ക്, സെക്കൻഡ് വൺ റൗണ്ട് സ്പൈക്ക്, ദെൻ ഫാങ് സ്പൈക്ക്, ഹുക്ക് ബോൾട്ട്, സ്ക്രൂ സ്പൈക്ക്. ഇതിൽ ഓരോന്നും എന്താന്ന് നോക്കാം. ഡോഗ് സ്പൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി കോമൺലി യൂസ് ചെയ്യുന്ന സ്പൈക്കാണ് ഡോഗ് സ്പൈക്ക്. ഓക്കെ, ഡോഗ് സ്പൈക്ക് ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന സ്പൈക്ക്. റെയിലിനെ വുഡൻ സ്ലീപ്പറിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏത് സ്പൈക്കാണ്? ഡോഗ് സ്പൈക്കാണ്. റെയിലിനെ വുഡൻ സ്ലീപ്പറിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്പൈക്ക് ഡോഗ് സ്പൈക്കാണ്. പിന്നെ ഇത് ഇവിടെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഭാഗം കാണുന്നില്ലേ? ഓക്കെ, ഈ ഒരു സ്പൈക്കിനെ നമ്മൾ ഈ ഒരു ഭാഗത്തിന് നമ്മൾ ലഗ് എന്നാണ് പറയുക. ലഗ്. ഓക്കെ, ഇതിന്റെ ഷേപ്പ് ആണെങ്കിൽ ഡോഗിന്റെ ഫേസ് പോലെ തോന്നുന്നില്ലേ? അതുകൊണ്ട് തന്നെ അതിനെ ഡോഗ് സ്പൈക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹെഡിൽ ഭാഗത്ത് ഒരു ലഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ക്രോസ് സെക്ഷൻ എപ്പോഴും സ്ക്വയർ ആയിരിക്കും. ക്രോസ് സെക്ഷൻ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ കോമൺലി യൂസ് ചെയ്യുന്ന സ്പൈക്ക് ഏതാണ്? ഡോഗ് സ്പൈക്ക് ആണ്. റെയിലിനെ വുഡൻ സ്ലീപ്പറിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡോഗ് സ്പൈക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് റൗണ്ട് സ്പൈക്ക്. റൗണ്ട് സ്പൈക്ക് എവിടെ യൂസ് ചെയ്യാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. എവിടെയാണ്? ബുൾഹെഡർ റെയിൽസിൽ അല്ലെ. അതായത് ചെയറിനെ ബുൾഹെഡർ റെയിൽസിൽ ചെയറിനെ സ്ലീപ്പറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൗണ്ട് സ്പൈക്ക് യൂസ് ചെയ്തത്. പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അപ്പൊ അതിന്റെ ഫിഗർ ഇങ്ങനെയാണ്. ഞാൻ അതിന്റെ ഫിഗർ കുറെ തെരഞ്ഞു നോക്കി കിട്ടിയില്ല. ഫിഗർ ഇങ്ങനെയാണ് കേട്ടോ. ഓക്കെ, വരച്ചെടുക്കാം. അപ്പം മെയിൻലി യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ബുൾഹെഡർ റെയിൽസിനെ വുഡൻ സ്ലീപ്പറിലേക്ക്, ബുൾഹെഡർ റെയിൽസിലെ ചെയറിനെ വുഡൻ സ്ലീപ്പറിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റൗണ്ട് സ്പൈക്ക് യൂസ് ചെയ്യുക. അപ്പൊ ഒക്കെ കണക്റ്റഡ് ആണ്. നമ്മളിത് ആദ്യമേ എല്ലാം പറഞ്ഞു എന്താണ്, അത് ഓർത്തോർത്ത് പഠിക്കുക. അപ്പോൾ ബുൾഹെഡർ റെയിൽസിലെ ചെയറിനെ സ്ലീപ്പറിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റൗണ്ട് സ്പൈക്ക് യൂസ് ചെയ്തത്. ഇതിന്റെ ക്രോസ് സെക്ഷൻ റൗണ്ട് ആണ്. ഈ റൗണ്ട് സ്പൈക്ക് പോലെ തന്നെ റൗണ്ട് സ്പൈക്കിന് പകരം യൂസ് ചെയ്യുന്ന വേറൊരു സ്പൈക്കാണ് ഫാങ് സ്പൈക്ക്. ഫാങ് സ്പൈക്ക്. ഇതിന് വ്യത്യസ്ത ഡയമീറ്ററിലുള്ള ഫാങ് സ്പൈക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര എഫക്റ്റീവ് ആണ്. റൗണ്ട് സ്പൈക്കിനേക്കാളും കൂടുതൽ എഫക്റ്റീവ് ആണ്. പക്ഷെ ഇതിന്റെ ഒരു ഡിഫക്റ്റീവ് ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഫിക്സിങ്ങും റിമൂവലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ റൗണ്ട് സ്പൈക്ക് എന്താണെന്നും ഫാങ് സ്പൈക്ക് എന്താണെന്നും മനസ്സിലായില്ലേ? റൗണ്ട് സ്പൈക്ക് എന്തിനായിരുന്നു? ബുൾഹെഡർ റെയിൽസിലെ ചെയേഴ്സിനെ വുഡൻ സ്ലീപ്പറിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റൗണ്ട് സ്പൈക്ക് യൂസ് ചെയ്തത്. അതിന്റെ ക്രോസ് സെക്ഷണൽ എങ്ങനെയായിരുന്നു? റൗണ്ട് ആയിരുന്നു. ഇനി റൗണ്ട് സ്പൈക്കിന്റെ ഓൾട്ടർനേറ്റ് ആയിരുന്നു ഫാങ് സ്പൈക്ക്. അതിന് വ്യത്യസ്ത ഡയമീറ്ററിലുള്ള ഫാങ് സ്പൈക്ക് അവൈലബിൾ ആയിരുന്നു. കൂടുതൽ എഫക്റ്റീവ് ആണ്, പക്ഷെ അതിന്റെ ഫിക്സിങ്ങും റിമൂവലും വളരെ ബുദ്ധിമുട്ടായിരുന്നു. ദെൻ ഹുക്ക് ബോൾട്ട്. അപ്പൊ ഇതിനൊരു ഹുക്ക് ഉണ്ടായിരിക്കും. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ ബ്രിഡ്ജിലുള്ള ഗിർഡേഴ്സിലേക്ക് സ്ലീപ്പറിനെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഹുക്ക് ബോൾട്ട് യൂസ് ചെയ്യുക. അപ്പൊ ഇത്തിരി കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോൾട്ടാണ് ഹുക്ക് ബോൾട്ട്. ബ്രിഡ്ജിന്റെ കേസുകളിലൊക്കെയാണ് നമ്മൾ ഹുക്ക് ബോൾട്ട് യൂസ് ചെയ്യുക, അറിഞ്ഞിരിക്കുക. ദെൻ സ്ക്രൂ സ്പൈക്ക്. അപ്പൊ ഇവിടെ ത്രെഡുകൾ ഉണ്ടായിരിക്കും. ത്രെഡുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് കൂടുതൽ സ്ട്രെങ്ത്തും ഉണ്ടായിരിക്കും. അപ്പൊ ഇത് ഹൈ സ്പീഡ് ട്രാക്കുകളിലും പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സ് വരുന്നിടത്തൊക്കെ ആയിരിക്കും നമ്മളിത് യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഹോൾഡിംഗ് പവർ വളരെ കൂടുതലായിരിക്കും. ഡോഗ് സ്പൈക്കിനേക്കാളും ഇതിന്റെ ഹോൾഡിംഗ് പവർ ഡബിൾ ആയിരിക്കും. അതുകൊണ്ട് മാത്രമല്ല ഇത് ഭയങ്കര കോസ്റ്റ്ലി ആണ്.
കോമൺ ആയിട്ട് യൂസ് ചെയ്യാത്ത ഒരു സ്പൈക്കും തന്നെയാണിത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ പാസ്റ്റ് ടെൻസിൽ നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കോണിങ് ഓഫ് വീൽ. കോണിങ് ഓഫ് വീൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നിങ്ങൾ ട്രെയിനിന്റെ വീൽ എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ട്രെയിനിന്റെ വീൽ ഈ ഫിഗറിൽ കാണുന്നത് പോലെ ഈ ഒരു രീതിയിലാണ് ട്രെയിനിന്റെ വീല്. അല്ലാതെ ഒരേ ഡയമീറ്ററിൽ ആയിരിക്കില്ല ട്രെയിനിന്റെ വീൽ ഉണ്ടായിരിക്കുക. ട്രെയിനിന്റെ വീല് ഇതുപോലെയാണ്, ഫ്രസ്റ്റം ഓഫ് കോൺ പോലെയാണ് ട്രെയിനിന്റെ വീൽ ഉണ്ടായിരിക്കുക. അത് എന്തിനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പറയാം, നോക്കുക. ഒരു സ്ട്രെയിറ്റ് ട്രാക്ക് ആണെന്ന് വിചാരിക്കും. ഇത് ഇവിടെ വരച്ചത് കണ്ടില്ലേ? ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ട്രാക്ക് ആണെന്നുണ്ടെങ്കിൽ ആ സ്ട്രെയിറ്റ് ട്രാക്കിൽ നമ്മുടെ ട്രെയിൻ മൂവ് ചെയ്യുമ്പോൾ അതിന്റെ വീല് അതിന്റെ സെന്ററിലൂടെയാണ് മൂവ് ചെയ്യുക. ഇത് അതിന്റെ വീലാട്ടോ. ഈ വരച്ചിരിക്കുന്നത് അതിന്റെ വീലാണ്. ഇത് കണ്ടോ, ഇത് അതിന്റെ വീലാണ്. അപ്പൊ ഈ വീല് അതിന്റെ കറക്റ്റ് സെന്റർ പോയിന്റിലൂടെയാണ്, കണ്ടോ, സെന്ററിലൂടെയാണ് നമ്മുടെ സ്ട്രെയിറ്റ് ട്രാക്കിലൂടെയാണെന്നുണ്ടെങ്കിൽ മൂവ് ചെയ്യുക. പക്ഷെ ഒരു കർവ്ഡ് പാത്തിലൂടെയാണെന്ന് വിചാരിക്കുക. ഇത് മനസ്സിലാക്കാനായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. നിങ്ങളൊരു ഈ ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു സാധനം, ഈ ഷേപ്പിലുള്ള എന്തെങ്കിലും സാധനം നമ്മൾ വെറുതെ ഒന്ന് ഉരുട്ടി നോക്കിയേ. അപ്പൊ അതൊരു ഈ പറഞ്ഞതുപോലെ സ്ട്രൈറ്റ് ആയിട്ടായിരിക്കും ഉരുണ്ടുരുണ്ട് പോവുക അല്ലേ? പക്ഷെ അതിന് പകരം നിങ്ങളൊരു ഫ്രസ്റ്റം ഓഫ് കോൺ ഈ ഷേപ്പിലുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉരുട്ടി നോക്കി നോക്കൂ. അതൊരു കർവ്ഡ് പാത്തിലൂടെ ആയിരിക്കും മൂവ് ചെയ്യുക അല്ലെ? ഇതുപോലെ ഒരു കർവ്ഡ് പാത്തിലൂടെ ആയിരിക്കും. ഇമാജിൻ ചെയ്തേ, ആയിരിക്കില്ലേ? അതുപോലെ തന്നെയായിരിക്കും ട്രെയിനിന്റെ മൂവ്മെന്റും. അതെന്തിനാന്ന് വെച്ചാൽ നോക്കൂ, ഇപ്പൊ സ്ട്രെയിറ്റ് ട്രാക്കിലൂടെ ഇപ്പൊ പറഞ്ഞതുപോലെ സ്ട്രെയിറ്റ് ട്രാക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീല് ആ വീലിന്റെ സെന്ററിലൂടെ ആയിരിക്കും, സെന്റർ ടച്ച് ചെയ്തായിരിക്കും പോവുക. വീലിന്റെ സെന്റർ ട്രാക്കിൽ ടച്ച് ചെയ്തായിരിക്കും പോവുക. പക്ഷെ ഒരു കർവ്ഡ് ട്രാക്കിലാണെന്നുണ്ടെങ്കിൽ ഔട്ടർ ട്രാക്കിന് കൂടുതൽ ഡിസ്റ്റൻസ് മൂവ് ചെയ്യേണ്ടതായിട്ട് വരും. ശരിയല്ലേ? ചിന്തിച്ചു നോക്കൂ. ഇതാണ് ഇന്നർ ട്രാക്ക്, ഇതാണ് ഔട്ടർ ട്രാക്ക് എന്ന് വിചാരിക്കും. നോക്കിയേ, ഈ ഇന്നർ ട്രാക്കിനെ അപേക്ഷിച്ച് ഔട്ടർ ട്രാക്കിനെ, ഓക്കെ, ഇതാണ് ഇന്നർ ട്രാക്ക്, ഇതാണ് ഔട്ടർ ട്രാക്ക്. ഈ ഇന്നർ ട്രാക്കിനെ അപേക്ഷിച്ച് ഔട്ടർ ട്രാക്കിന് ഒരുപാട് ദൂരം മൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഒരുപാട് ദൂരം മൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ the diameter of the outer wheel touching the rail is greater than diameter of the inner wheel touching the rail. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഈ ഔട്ടർ വീലില്, പുറമേയുള്ള റെയിലില് ടച്ച് ചെയ്യുന്ന വീലില്ലേ, ആ വീലിന്റെ ഡയമീറ്റർ കൂടുതൽ ഡയമീറ്റർ ഉള്ള ഭാഗം ടച്ച് ചെയ്താലേ ഈ ഇന്നറിലുള്ള റെയിലില് ചെറിയ ഡയമീറ്റർ ഉള്ള ഭാഗം ടച്ച് ചെയ്യുമ്പോൾ ഒരു മിനിറ്റ് ക്ലിയർ ആക്കാം. ശ്രദ്ധിക്കുക, നമ്മുടെ ഔട്ടർ ട്രാക്കിന് ഇന്നർ ട്രാക്കിനേക്കാളും കൂടുതൽ ഡിസ്റ്റൻസ് മൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഈ ട്രാക്കിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ വീലിന്റെ ഡയമീറ്റർ ആണ് അല്ലെ? ട്രാക്കിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വീലിന്റെ ഡയമീറ്റർ ആണല്ലോ. അപ്പൊ നമ്മുടെ ഈ വീലിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇതുപോലെയാണ്. ഓക്കെ, ഇതുപോലെയാണ് വീലിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇതുപോലെയാണ്. അപ്പൊ ഈ ഒരു കേസിൽ നമ്മുടെ ഈ ഔട്ടർ കർവ് എന്ന് പറയുന്നത് ഒരുപാട് ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ അത്രയും ഡിസ്റ്റൻസ് നമ്മുടെ ഇന്നർ ട്രാക്കിന്റെ ഒപ്പം എത്തണമെങ്കിൽ, ഔട്ടർ ട്രാക്ക് ഇന്നർ ട്രാക്കിന്റെ ഒപ്പം എത്തണമെങ്കിൽ കൂടുതൽ ഡിസ്റ്റൻസ് മൂവ് ചെയ്യണം. മനസ്സിലായോ? കൂടുതൽ
ഡിസ്റ്റൻസ് മൂവ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യണം? നമ്മുടെ വീലില് ഇന്നർ ട്രാക്കിൽ കുറഞ്ഞ ഡയമീറ്റർ ഉള്ള ഭാഗവും ഔട്ടർ ട്രാക്കിൽ കൂടുതൽ ഡയമീറ്റർ ഉള്ള ഭാഗവും മൂവ് ചെയ്താൽ പോരെ? മനസ്സിലായോ? നമ്മുടെ കർവിലാണ് ഈ പ്രശ്നമുള്ളത്. സ്ട്രൈറ്റ് ട്രാക്കിലാണെങ്കിൽ സെന്റർ പോർഷൻ മാത്രം മൂവ് ചെയ്താൽ മതി. പക്ഷെ ഒരു കർവ്ഡ് ട്രാക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഔട്ടർ ട്രാക്കില് ഡിസ്റ്റൻസ് കൂടുതൽ മൂവ് ചെയ്യണം. ഇന്നർ ട്രാക്കിനെ അപേക്ഷിച്ച് ഔട്ടർ ട്രാക്കിന് ഇത് ഇങ്ങനെ വളഞ്ഞു പോകുമ്പോൾ ആലോചിക്കുക, വളവ് കൂടുന്നതിനനുസരിച്ച് ഡിസ്റ്റൻസ് കൂടുതൽ മൂവ് ചെയ്യണം അല്ലേ നമ്മള്. അപ്പൊ ഈ ഔട്ടർ ട്രാക്കില് ഇന്നർ ട്രാക്കിന്റെ ഒപ്പം എത്തണമെങ്കിൽ ഔട്ടർ ട്രാക്കിലൂടെ ഡിസ്റ്റൻസ് കൂടുതൽ മൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അത് ഇന്നർ ട്രാക്കിന്റെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് ഔട്ടർ ട്രാക്ക് എന്ത് ചെയ്യണം? ഔട്ടർ ട്രാക്കിൽ മൂവ് ചെയ്യുന്ന വീലില് ഡയമീറ്റർ കൂടുതലുള്ള ഭാഗം വേണം മൂവ് ചെയ്യാനായിട്ട്. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ ഈ ഇന്നർ ട്രാക്കില് ഡയമീറ്റർ കുറവുള്ള ഭാഗവും ഔട്ടർ ട്രാക്കില് ഡയമീറ്റർ കൂടുതലുള്ള ഭാഗവുമാണ് മൂവ് ചെയ്യുക. നമ്മുടെ ഈ ഫിഗറിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടാവും. സ്ട്രൈറ്റ് ട്രാക്കിലാകുമ്പോൾ നമ്മുടെ വീലിന്റെ സെന്റർ പോർഷൻ, സ്ട്രൈറ്റ് ട്രാക്കിലാകുമ്പോൾ നമ്മുടെ വീലിന്റെ സെന്റർ പോർഷൻ ടച്ച് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. പക്ഷെ അത് കർവിലേക്ക് തിരുമ്പി, ഇതിന്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. നമ്മുടെ കർവ്ഡ് ട്രാക്കിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് ഔട്ടർ ട്രാക്കില് വീലിന്റെ ഡയമീറ്റർ കൂടുതലുള്ള ഭാഗമാണ് മൂവ് ചെയ്യുന്നത്. പക്ഷെ ഇന്നർ ട്രാക്കിലോ ഡയമീറ്റർ കുറവുള്ള ഭാഗമാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ മൂവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ വീലിനെ ഇതുപോലെ ഇങ്ങനൊരു സ്ലോപ്പ് കാണുന്നില്ലേ? നമ്മുടെ വീലിനെ കാണുന്നുണ്ടോ? ഇങ്ങനൊരു സ്ലോപ്പ്, ഈ ഒരു സ്ലോപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സ്ലോപ്പിനെയാണ് നമ്മൾ കോണിങ് ഓഫ് വീൽ എന്ന് പറഞ്ഞത്. ഈ ഒരു സ്ലോപ്പിന് പറയുന്ന പേരാണ് കോണിങ് ഓഫ് വീൽ. ആ സ്ലോപ്പ് 1/20 ആണ്. ഓക്കെ, 1/20. ആ സ്ലോപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ ഒരു ഡയമീറ്ററുള്ള വേരിയേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വീലിൽ ഒരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് 1/20. നമ്മുടെ നേക്കഡ് ആയി കൊണ്ട് കാണാനൊന്നും പറ്റില്ല. 1/20 എന്ന് പറയുന്നത് വളരെ ചെറിയ സ്ലോപ്പാണ്. വളരെ ചെറിയൊരു സ്ലോപ്പാണ്. പെട്ടെന്നൊന്നും നമുക്ക് കാണാനായിട്ട്, നേക്കഡ് ആയി കൊണ്ട് കാണാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഈ സ്ലോപ്പ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ വീലിന് സ്ലോപ്പ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ കോണിങ് ഓഫ് വീൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം. സ്ട്രെയിറ്റ് ട്രാക്കിലാണ് പോകുന്നതെങ്കിൽ നമ്മുടെ വീലിന്റെ സെന്റർ ആണ് ട്രാക്കിൽ ടച്ച് ചെയ്യുന്നത്. പക്ഷെ ഒരു കർവ് തിരിയുമ്പോൾ ഇന്നർ ട്രാക്കിനെ അപേക്ഷിച്ച് ഔട്ടർ ട്രാക്കിന് കൂടുതൽ ഡിസ്റ്റൻസ് മൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇന്നർ ട്രാക്കിലെ വീലിന്റെ ഒപ്പം എത്തുന്നതിന് വേണ്ടിയിട്ട് ഔട്ടർ ട്രാക്കിലെ വീലിന് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇത് ഒബ്റ്റെയിൻ ഇത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഇത്രയും ദൂരം വേഗം സഞ്ചരിച്ച് ഈ ഇന്നർ ട്രാക്കിലെ വീലിന്റെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് ഔട്ടർ ട്രാക്കിലെ വീൽ എന്ത് ചെയ്യും? ഔട്ടർ ട്രാക്കിലെ വീലിന്റെ ഡയമീറ്റർ കൂടിയ ഭാഗമാണ് മൂവ് ചെയ്യുന്നത്, ടച്ച് ചെയ്യുന്നത് ട്രാക്കില്. ഇന്നർ വീലാണെന്നുണ്ടെങ്കിൽ ഇന്നർ ട്രാക്കില് ഇന്നർ വീലിന്റെ ഡയമീറ്റർ കുറവുള്ള ഭാഗമാണ് ടച്ച് ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഡയമീറ്ററിലെ വേരിയേഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ വീലിന് ഒരു ചെറിയൊരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ ഡയമീറ്ററിലെ വേരിയേഷൻ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ആ ഡയമീറ്ററിലെ വേരിയേഷൻ കിട്ടുന്നതിന് വേണ്ടി 1/20 നമ്മൾ ആ വീൽ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അപ്പൊ ആ ഒരു രീതിയിൽ സ്ലോപ്പ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ കോണിങ് ഓഫ് വീൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വീല് 1/20 നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ വീല് 1/20 റെയിൽസ് സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നാൽ എന്താ സംഭവിക്കുക? വീല് പോകുന്നത് റെയിലിലൂടെയല്ലേ. അപ്പൊ റെയിൽ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നു, വീലിന് ചെറിയൊരു ചെരിവുണ്ട്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വിയർ ആൻഡ് ടിയർ പെട്ടെന്ന് ഉണ്ടാവില്ലേ? റെയിൽസ് പെട്ടെന്ന് കേട് വന്ന് പോവില്ലേ? അപ്പൊ റെയിൽസിനും ഇതുപോലെ ചെറിയൊരു 1/20 ചെരിച്ചാണ് നമ്മൾ ട്രാക്കില് ലേ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതിനെയാണ് നമ്മൾ ടിൽറ്റിംഗ് ഓഫ് റെയിൽസ് എന്ന് പറയുന്നത്. അപ്പൊ റെയിൽസിന് നമ്മൾ 1/20 എന്നുള്ള രീതിയിൽ ചെരിച്ചാണ് പണിയുക, ട്രാക്കിൽ ലേ ചെയ്യുന്നത്. അതിന് ടിൽറ്റിംഗ് ഓഫ് റെയിൽസ് എന്നാണ് പറയുക. ഓക്കെ, ഇനി ടിമ്പർ സ്ലീപ്പർ ആണെങ്കിലോ നമ്മൾ റെയിൽസിനെ 1/20 ചെരിച്ചു കൊടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റെയിൽസിനെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് റെയിൽസും ചെരിഞ്ഞാണ്ടിരിക്കുന്നത്, വീൽസ് ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പൊ വീൽസിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് റെയിൽസ് ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പൊ റെയിൽസിനെ സ്വീകരിക്കാൻ വേണ്ടി
സ്ലീപ്പറിനെയും ആ രീതിയിൽ ചെറിയൊരു കട്ടിങ് നമ്മൾ കൊടുക്കും. ഇവിടെ ഫിഗറിൽ കാണുന്നില്ലേ, ചെറിയൊരു 1/20 നമ്മൾ ചെറിയൊരു കട്ടിങ് കൊടുക്കും. അതിന് നമ്മൾ അഡ്സിങ് ഓഫ് സ്ലീപ്പർ എന്ന് പറയും. ഇത് നമ്മൾ ടിമ്പർ സ്ലീപ്പറിന്റെ ഡിസഡ്വാൻറ്റേജസ് പറയുമ്പോൾ പറഞ്ഞിരുന്നു അഡ്സിങ് ഓഫ് സ്ലീപ്പർ എന്താണെന്ന്. അപ്പൊ റെയിൽസ് കോണിങ് ഓഫ് വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/20 വീല് ചെരിച്ച് പണിയുന്നതാണ്. അപ്പോൾ വീല് 1/20 ചെരിവുള്ള കാരണം റെയിൽസിനും 1/20 ചെരിച്ചാണ് നമ്മൾ ലേ ചെയ്യുക. അപ്പൊ റെയിൽസ് 1/20 ചെരിവുള്ള കാരണം റെയിൽസിന് റിസീവ് ചെയ്യുന്നത് ആരാണ്? സ്ലീപ്പർ ആണ്. സ്ലീപ്പറിലും 1/20 ചെരിവ് കട്ടിങ് നമ്മൾ കൊടുക്കും. അതിന് അഡ്സിങ് ഓഫ് സ്ലീപ്പർ എന്ന് പറയും. ഓക്കെ, അപ്പൊ കോണിങ് ഓഫ് വീല്, ടിൽറ്റിംഗ് ഓഫ് റെയില്, അഡ്സിങ് ഓഫ് സ്ലീപ്പർ, മൂന്നും ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത്രയാണ് അറിഞ്ഞിരിക്കേണ്ടത്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ഈ ഒരു ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ ഓഫ് പെർമനന്റ് വേ എന്ന് പറയുന്നത് ഈ ഒരു ക്രോസ് സെക്ഷൻ നമുക്ക് വരയ്ക്കാനായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇത് നമ്മുടെ റെയിൽസ്, അതിന്റെ ഇന്നർ ടു ഇന്നർ ഡിസ്റ്റൻസ് ഗേജ് ആണ്. ദെൻ നമ്മുടെ ബല്ലാസ്റ്റ് സ്ലീപ്പർ, ബല്ലാസ്റ്റ്, ഫോർമേഷൻ. ഈ ഒരു ഫിഗർ വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ ഓഫ് പെർമനന്റ് വേ ഓൺ എംബാങ്ക്മെന്റ്. ഈ ക്രോസ് സെക്ഷൻ വരയ്ക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, വരയ്ക്കാൻ പഠിക്കണം. ദെൻ നെക്സ്റ്റ് വൺ ആണ് പ്ലേറ്റ് ലേയിങ്. പ്ലേറ്റ് ലേയിങ് എന്താണെന്ന് വെച്ചാൽ ദ ഓപ്പറേഷൻ ഓഫ് ലേയിങ് ഓഫ് റെയിൽസ് ഓൺ ദി പ്രിപ്പയർഡ് ഫോർമേഷൻ ആൻഡ് കണക്ടിങ് അപ്പ് ഓഫ് റെയിൽസ് ആൻഡ് സ്ലീപ്പേഴ്സ് ഈസ് കോൾഡ് പ്ലേറ്റ് ലേയിങ്. അതായത് നമ്മുടെ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് വെച്ചിട്ടുള്ള ഫോർമേഷനിലേക്ക്, അതായത് ഗ്രൗണ്ടിലേക്ക് നമ്മുടെ റെയിൽസിനെ കൊണ്ടുവന്ന് വെച്ച് റെയിൽസിനെയും സ്ലീപ്പേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഓപ്പറേഷനെയാണ് നമ്മൾ പ്ലേറ്റ് ലേയിങ് എന്ന് പറയുന്നത്. നമ്മൾ ഗ്രൗണ്ടിൽ റെയിൽസ് കൊണ്ടുവന്ന് സ്ലീപ്പറായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, ആ ഒരു ഓപ്പറേഷനെ പറയുന്ന പേരാണ് പ്ലേറ്റ് ലേയിങ്. അപ്പൊ അതിൽ രണ്ട് ടേംസ് ഉണ്ട്, ബേസും റെയിൽ ഹെഡും. ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പോയിന്റ് ഫ്രം വേർ ദ പ്ലേറ്റ് ലേയിങ് ഈസ് കമൻസ്ഡ്, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് പ്ലേറ്റ് ലേയിങ്ങിനെയാണ് ബേസ് എന്ന് പറയുന്നത്. അതായത് ഞാൻ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു ഡയറക്ഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പോയിന്റിനെ ഞാൻ ബേസ് എന്ന് പറയും. ദെൻ റെയിൽ ഹെഡ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും, അതായത് എൻഡ് പോയിന്റ്, ഏത് പോയിന്റ് വരെയാണ് ഞാൻ പണിയുന്നത് അതിനെ റെയിൽ ഹെഡ് എന്നും പറയും. ഓക്കെ, ബേസും റെയിൽ ഹെഡും, സ്റ്റാർട്ടിംഗ് പോയിന്റിനെ ബേസ് എന്നും എൻഡ് പോയിന്റിനെ റെയിൽ ഹെഡ് എന്നുമാണ് പറയുക. അപ്പോൾ നമ്മുടെ ഫോർമേഷനിലേക്ക്, പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഫോർമേഷനിലേക്ക് റെയിൽസിനെയും സ്ലീപ്പേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഓപ്പറേഷനെ പറയുന്ന പേരാണ് പ്ലേറ്റ് ലേയിങ്. ദെൻ ഏതൊക്കെ മെത്തേഡാണല്ലേ നോക്കാം. പ്ലേറ്റ് ലേയിങ് മെത്തേഡ്സ് ഏതൊക്കെയാണ്? 3 മെത്തേഡ്സ് ആണുള്ളത്. സൈഡ് മെത്തേഡ് ഓർ ട്രാം മെത്തേഡ്, ടെലസ്കോപ്പിക് മെത്തേഡ്, അമേരിക്കൻ മെത്തേഡ്. 3 മെത്തേഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമാണ്. സൈഡ് മെത്തേഡ് ഓർ ട്രാം മെത്തേഡ്, ടെലസ്കോപ്പിക് മെത്തേഡ്, അമേരിക്കൻ മെത്തേഡ്. ഏതൊക്കെയാണ് ആ മെത്തേഡ് എന്ന് നോക്കാം. സൈഡ് മെത്തേഡ് ഓർ ട്രാം മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യമേ തന്നെ നമുക്ക് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസിനെ എല്ലാം ഫോർമേഷൻ ലെവലിൽ നമ്മൾ കളക്ട് ചെയ്ത് വെക്കും. 3 രീതിയിൽ നമുക്കിതിനെ കളക്ട് ചെയ്ത് വെക്കാം. ഒന്നല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് റെയിൽവേ ലൈൻ, അവിടെ അടുത്ത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റെയിൽവേ ലൈൻ ഉണ്ടായിരിക്കാം. ആ എക്സിസ്റ്റിംഗ് റെയിൽവേ ലൈനിലൂടെ ട്രെയിനിൽ നമുക്ക് സാധനങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വെക്കാം. അല്ലെങ്കിൽ സൈഡിലൂടെ എന്തെങ്കിലും ഒരു സർവീസ് റോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടെ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റെയിൽവേ ലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എക്സിസ്റ്റിംഗ് റെയിൽവേ ലൈനിലൂടെ നമുക്ക് സാധനങ്ങൾ കൊണ്ടുവരാം. അപ്പൊ ഇവിടെയാണ് നമുക്ക് പണിയേണ്ടത് വിചാരിക്കും, ഇതാണ് നമ്മുടെ സൈറ്റ്, ഇവിടെയാണ് പണിയേണ്ടത്. അപ്പൊ ഈ ഒരു സംഭവത്തിലൂടെ കൊണ്ടുവരാം. അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ട്, ഇവിടെ ഒരു റോഡ് ഉണ്ട്, അപ്പൊ ഈ റോഡ് വഴി നമുക്ക് കൊണ്ടുവരാം. അല്ലെങ്കിൽ ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റെയിൽവേ ലൈനിലൂടെ കൊണ്ടുവരാം. ഇനി ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ടെമ്പററി ലൈൻ അവിടെ പണിയും. അതിനെയാണ് നമ്മൾ ട്രാം ലൈൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ട്രാക്കിന് പാരലായിട്ട് ഒരു ട്രാം ലൈൻ പണിയും. എന്നിട്ട് അതിലൂടെ നമ്മുടെ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് കൊണ്ടുവരും. അതിനെയാണ് നമ്മൾ സൈഡ് മെത്തേഡ് അല്ലെങ്കിൽ ട്രാം മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് റെയിൽവേ ലൈനിലൂടെ കൊണ്ടുവരും, അല്ലെങ്കിൽ സർവീസ് റോഡിലൂടെ കൊണ്ടുവരും, അല്ലെങ്കിൽ ട്രാം ലൈനിലൂടെ കൊണ്ടുവരും. അപ്പൊ ഈ മെത്തേഡിനെയാണ് സൈഡ് മെത്തേഡ് അല്ലെങ്കിൽ ട്രാം മെത്തേഡ് എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, പുതിയൊരു ട്രാക്ക് നമ്മൾ പണിയാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് മെത്തേഡാണ് ടെലസ്കോപ്പിക് മെത്തേഡ്. ഈ മെത്തേഡാണ് നമ്മൾ ഇന്ത്യയിൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ലെങ്ത്തിൽ നമ്മൾ ആദ്യം ട്രാക്ക് പണിയും. കണ്ടോ, ഈ ഒരു പർട്ടിക്കുലർ ലെങ്ത്തിൽ ട്രാക്ക് പണിയും. എന്നിട്ട് ഈ ട്രാക്കിലൂടെ എന്ത് ചെയ്യും,
സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്ത് ഇവിടം വരെ കൊണ്ടുവന്ന് ഇവിടെ ഡിസ്പോസ് ചെയ്യും, ഇവിടെ സാധനങ്ങൾ ഡിസ്പോസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ സാധനം വെച്ചിട്ട് എന്ത് ചെയ്യും, പിന്നെ കുറച്ച് ദൂരത്തേക്ക് ട്രാക്ക് പണിയും. മനസ്സിലാവുന്നുണ്ടല്ലോ? പിന്നെ ഈ കുറച്ച് ദൂരത്തേക്ക് ട്രാക്ക് പണിയും, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും, ഇവിടം വരെ വാഹനം ട്രെയിൻ കൊണ്ടുവരും, എന്നിട്ട് ബാക്കി സാധനങ്ങൾ ഇവിടെ ഡിസ്പോസ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ട്രാക്ക് പണിയും. ആ രീതിയിൽ പണിയുന്നതിനെയാണ് ടെലസ്കോപ്പിക് മെത്തേഡ് എന്ന് പറയുന്നത്. ട്രാക്ക് ഈസ് പ്രിപ്പയർഡ് ഫോർ സം ലെങ്ത് ആൻഡ് ദെൻ മെറ്റീരിയൽ ഈസ് ട്രാൻസ്പോർട്ടഡ് ത്രൂ ദാറ്റ് റെയിൽ ഫോർ ദി ഫർദർ ലേയിങ്. അതിനെയാണ് നമ്മൾ ടെലസ്കോപ്പിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ലെങ്ത്തിലേക്ക് ആദ്യം പണിയും, എന്നിട്ട് അതിലൂടെ മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് ചെയ്യും, എന്നിട്ട് കുറച്ച് ദൂരത്തേക്ക് പണിയും, പിന്നെ അതിലൂടെ മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് ചെയ്യും. അങ്ങനെ പണിത് പോകുന്നതിനെയാണ് ടെലസ്കോപ്പിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് മെത്തേഡാണ് അമേരിക്കൻ മെത്തേഡ്. അമേരിക്കൻ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ആണ്. എന്താണെന്ന് വെച്ചാൽ വർക്ക്ഷോപ്പിൽ എന്ത് ചെയ്യും, റെയിലും സ്ലീപ്പേഴ്സ് എല്ലാം അസംബിൾ ചെയ്ത് വെക്കും, എന്നിട്ട് വലിയ ക്രെയിനും വലിയ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇത് സൈറ്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും, കംപ്ലീറ്റ്ലി മൂവ് ചെയ്യും. അതിനെയാണ് അമേരിക്കൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് പ്ലേറ്റ് ലേയിങ് മെത്തേഡ്. അപ്പൊ പ്ലേറ്റ് ലേയിങ് എന്ന് വെച്ചാൽ എന്താണ്, ഫോർമേഷനിലേക്ക് നമ്മുടെ റെയിൽസിനെയും സ്ലീപ്പേഴ്സിനെയും കൊണ്ട് കണക്ട് ചെയ്യുന്ന ഓപ്പറേഷനെ പറയുന്ന പേരാണ് പ്ലേറ്റ് ലേയിങ്. അപ്പൊ അതിന്റെ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിനെ പറയുന്ന പേര് ബേസ്, എൻഡ് ചെയ്യുന്ന പറയുന്ന പേരാണ് റെയിൽ ഹെഡ്. 3 മെത്തേഡാണ് ഉള്ളത്, സൈഡ് മെത്തേഡ്, ട്രാം മെത്തേഡ്, ടെലസ്കോപ്പിക് മെത്തേഡ്, അമേരിക്കൻ മെത്തേഡ്. 3 മെത്തേഡും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതിന് മുന്നേ നമ്മൾ പഠിച്ചത് കോണിങ് ഓഫ് വീല്, ടിൽറ്റിംഗ് ഓഫ് റെയിൽ, അഡ്സിങ് ഓഫ് സ്ലീപ്പേഴ്സ്, പിന്നെ ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ ഓഫ് ബ്രോഡ് ഗേജ്. ആ ക്രോസ് സെക്ഷൻ പെർമനന്റ് വേയുടെ ക്രോസ് സെക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഏതൊക്കെ ടൈപ്പ് ബല്ലാസ്റ്റ് ആണെന്നും പഠിച്ചു. ആ കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക, നോട്ട് എഴുതി സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിലൂടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.